ക്രൈസ്റ്റ് ക്രിസ്ത്യാനി ആയിരുന്നില്ല, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻസ്. എന്തിനെങ്കിലും ഉപേക്ഷിക്കുമ്പോഴാണ് സ്പിരിച്വാലിറ്റി എത്തുക എന്നുള്ള വലിയ തെറ്റാണ്. എന്നിട്ട് ഇടത്തെ മുക്കിൽ ശ്വസിച്ചാൽ നിങ്ങൾക്ക് വലത്തെ മുക്കിൽ ശ്വസിച്ചാൽ ഇടത്തെ മുക്കും വലത്തെ മുക്കും ബ്രഹ്മാവ് ഒരേപോലെ തന്നിട്ടുള്ളത് ഒരേപോലെ ശ്വസിക്കാനാണ്. ശ്വാസം ഉള്ളിൽ പിടിച്ച് നിന്നിട്ട് 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കഞ്ചാവൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെന്ന് ഹാലൂസിനേഷൻ വരും. ഇപ്പം ഇന്ന് നമ്മൾ ഹൈലി സ്പിരിച്വൽ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ടല്ലോ, അതൊക്കെ ഫേക്ക് സ്പിരിച്വലാണ്. എല്ലാം ഉപേക്ഷിച്ച് ബുദ്ധനായി നാടുവിടുന്നതാണോ സ്പിരിച്വാലിറ്റി? അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാം ഫേസ് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് ഒരു സെൽഫ് അവെയ്ക്കനിങ്, ആ സ്റ്റേജാണോ സ്പിരിച്വാലിറ്റി? എവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു അതിർവരമ്പ്? ബുദ്ധനെല്ലാം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കുറേ ആൾക്കാരെ കൂടെ കൊണ്ടുപോയിട്ടുള്ള ആളല്ലേ. ഒരു പ്രസ്ഥാനം നടത്തുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമല്ല. ഇപ്പോൾ ബുദ്ധിസം എന്നൊരു ഇസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ബുദ്ധൻ അതിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരാളായി. ഓർഗനൈസ്ഡ് അല്ലാത്ത ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി വരുമ്പോഴാണ് സ്പിരിച്വാലിറ്റി വരിക. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. സ്വയം ആത്മനിബന്ധനം സുഖം എന്നാണ്. നമ്മളൊരു മെസ്സേജ് പറഞ്ഞു നടക്കുകയാണെങ്കിൽ സ്പിരിച്വൽ അല്ല. ഞാൻ അതിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ ഹൈലി സ്പിരിച്വൽ ആവുക. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടേ, ഒരു ഗുരു എന്നുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ? അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി മാറ്റി പറയാം. ഞാനിപ്പോൾ പറഞ്ഞത് ബുദ്ധിസം ഉണ്ടാക്കിയത് ബുദ്ധനല്ല. ബുദ്ധൻ അങ്ങനെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. ഒരു ആചാര്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ചരിക്കുന്ന കർമ്മങ്ങൾ യദ്യതാചരതി ശ്രേഷ്ഠ തത്ത ദൈവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തത. അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് പിന്നാലെ പോകും. ഇപ്പം ഞാൻ പറയാറുണ്ട്, ക്രൈസ്റ്റ് ക്രിസ്ത്യാനി ആയിരുന്നില്ല, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻസ്. അപ്പം അദ്ദേഹം ഇങ്ങനെ നടന്നു, അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുറേ പേര്. അപ്പം നമ്മൾ ഈ ബുദ്ധിസം എന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും. ബുദ്ധിസം ബുദ്ധൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ അങ്ങനെയല്ലേ പറയാം. ബുദ്ധിസം ആരാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഉടനെ ബുദ്ധനാന്ന് പറയും. ബുദ്ധിസം ഉണ്ടാക്കിയത് ബുദ്ധനല്ല, ബുദ്ധൻ്റെ ശിഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ആഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മൾ അതിലൊരു തെറ്റ്, അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരാണ്. നമ്മുടെ 10 അവതാരങ്ങളിൽ ബുദ്ധിസ്റ്റുകൾ വിശ്വസിക്കുന്നത് 10ാമത്തെ അവതാരം ബുദ്ധനാണെന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ രാമൻ സീതാരാമനായിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്ത് പേരിൽ പ്രിഫിക്സ്, സീതാരാമൻ എന്ന് പറഞ്ഞാൽ പെണ്ണല്ലല്ലോ, ആണല്ലേ. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാധയുടെ പേരായിട്ടിരിക്കണം. അപ്പോൾ ഭാര്യമാരെയായാലും കാമുകിമാരെയായാലും, കൃഷ്ണൻ കാമുകിയാണ് കൂടെ വെച്ചത്, രാമൻ ഭാര്യയാണ് കൂടെ വെച്ചത്. ആ അവസ്ഥയിലിരിക്കുന്ന അടുത്ത ജന്മത്തിൽ എങ്ങനെയാണ് ഭാര്യ ഉപേക്ഷിച്ച് പോവുക? എന്തിനെങ്കിലും ഉപേക്ഷിക്കുമ്പോഴാണ് സ്പിരിച്വാലിറ്റി എത്തുക എന്നുള്ള വലിയ തെറ്റാണ്. നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം നമുക്ക് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ആ സന്യാസത്തിൽ എത്തുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ്. അയാൾ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സന്യാസിമാർക്ക്, ഋഷിമാർക്ക് ഭാര്യമാരും ഭർത്താക്കന്മാരും ഗുരുകുലവും കൂടെ താമസിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബന്ധനം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡിറ്റാച്ച്ഡ് ആവണം. ഡിറ്റാച്ച്ഡ് അല്ല, അറ്റാച്ച്ഡ് ആവണം. പക്ഷെ ബന്ധനം പാടില്ല. എന്താണ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ചായ വേണോ? ഓ കുടിക്കാമല്ലോ. ഇപ്പം ചായ ഇല്ല, എന്ത് ചെയ്യും? അത് പറ്റില്ല, എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ബന്ധനായി. കാപ്പിയുള്ളത്, എന്നാൽ ശരി കാപ്പി ഉണ്ടാക്കട്ടെ, വേണ്ട, ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തന്നോളൂ. ആ ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നിർബന്ധമില്ല ഒരു കാര്യത്തിനും, പക്ഷെ ഉണ്ടായാൽ എനിക്ക് വിരോധമില്ല. ആ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ശരിക്കും സ്പിരിച്വാലിറ്റി. കൂടുതൽ ഈ വേദന വരുമ്പോഴാണോ മനുഷ്യർ സ്പിരിച്വൽ ആവുന്നത്? പെയിൻ ചേഞ്ചസ് പീപ്പിൾ എന്ന് പറയുന്ന പോലെ സന്തോഷിച്ചിരിക്കുന്ന ഒരാൾ സ്പിരിച്വലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണോ? സ്പിരിച്വാലിറ്റി എന്ന വലിയ വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചില സ്വാർത്ഥങ്ങളും നമ്മുടെ ചില ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം. ഭക്തിയും അങ്ങനെയാണ്. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ കുറിച്ചാണല്ലോ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓക്സിജനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ചകൾ വളരെ അപൂർവമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോഴാണ് ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചർച്ചകൾ പലപ്പോഴും അങ്ങോട്ടല്ല പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മളുടെ സ്വാർത്ഥങ്ങളും നമ്മളുടെ താല്പര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റി എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. സംശയത്തിൽ നിൽക്കുകയാണ് ഞാനിപ്പോഴും. നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ വൈരാഗ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ നിന്നൊന്നും അല്ല സ്പിരിച്വാലിറ്റി വരും. ജനിക്കുമ്പോൾ എല്ലാവരിലും സ്പിരിച്വൽ ആണ് നമ്മൾ. ബൈ ബർത്ത് വി ആർ ഓൾ സ്പിരിച്വൽ എന്നാണ്. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു ചെറിയ കുട്ടി
ജനിച്ച ഉടനെ ഉള്ളതല്ല, ജനിച്ച ഉടനെ കുറച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടിയാണല്ലോ, അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അതിനല്ലേ നല്ല ചൂടുവെള്ളത്തിലും സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തിട്ടൊക്കെയല്ലേ കുട്ടികളെ നന്നാക്കി എടുക്കേണ്ടത്. എന്ത് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കണത്? കാരണം അതിനേക്കാളും വലിയൊരു അസിഡിറ്റിക് ആയിട്ടുള്ളൊരു വയറിൽ ഗർഭപാത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാരാഗ്രഹമല്ലേ അല്ലേ? ഒരു സമയം കഴിഞ്ഞാൽ അതെ, അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് കണ്ണ് കാണില്ല. കണ്ണ് ജന്മം കൊണ്ട് കാണുന്ന ഒരു കുട്ടി അന്ധനായിട്ട് മാറും. കണ്ണ് കാണാത്ത ഒരാളാണ് ഗർഭപത്രത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ. കാരണം പെട്ടെന്ന് ലൈറ്റ് അടിച്ചാൽ കണ്ണടിച്ചു പോകും, പെട്ടെന്ന് ശബ്ദം കേട്ടാൽ കാതടിച്ചു പോകും. അങ്ങനെ പതുക്കെ ഉണ്ടാക്കി ഒരു 2 മാസം 2.5 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരിക്കും. എൻറ്റയർലി ഡിഫറെൻറ്റ് സ്മെല്ല്, എന്തോ ഒരു പ്രഭ ഇങ്ങനെ ചൊരിയുന്ന പോലെ നമുക്ക് കാണും. ആ കുട്ടി രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വൾഗറായിട്ട് തോന്നാറില്ലല്ലോ. ഹൈലി സ്പിരിച്വൽ ആണ് കുട്ടികളെന്ന് പറയുക. നമ്മൾ 10-30 വയസ്സുള്ള ഒരാളെ ഒന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാളുടെ മുഖം ഒന്ന് നോക്കി അങ്ങനെ ഇരിക്കും. ഒന്ന് കുളിക്കാണ്ടിരുന്ന അയാൾ കാര്യം മുഖം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാവില്ലേ. അപ്പോൾ ഹൈലി സ്പിരിച്വൽ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളൊരു പ്രഭയുണ്ടാവും, അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കവറായിട്ട് മാറുന്നൊരവസ്ഥയാണ്. വലിയ സന്യാസിമാരും ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളവരും അവർ കുളിക്കുകയോ ഒന്നും ആവശ്യമില്ല. അവരെപ്പോൾ നോക്കിയാലും ആ ഒരു പ്രഭ അവർക്ക് ചുറ്റും ഉണ്ടാവും. അങ്ങനെയൊക്കെ വളരെ വിരളമായിട്ട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇന്ന് നമ്മൾ ഹൈലി സ്പിരിച്വൽ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ടല്ലോ, അതൊക്കെ ഫേക്ക് സ്പിരിച്വലാണ്. ഈ ശരിക്കും നോക്കണമെങ്കിൽ ഞാനൊക്കെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. EEG വെച്ച് ടെസ്റ്റ് ചെയ്യും ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് കുറേ ഉത്തരം പറയുന്നു. ഉറപ്പാണ് എൻ്റെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാണ്ട പറയണേ. കാരണം ബുദ്ധിയിലുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയണേ, അറിയണതും അല്ല പറയണേ, പഠിച്ചതും അല്ല പറയണേ, അത് മനസ്സൊന്നും അല്ല വരുന്നത്, ആഗ്രഹം ഉണ്ടായിട്ടൊന്നും പറയുന്നതല്ല. നമ്മളിതിനെ ശ്വസിക്കണേ അറിഞ്ഞുകൊണ്ടാണോ ശ്വസിക്കുന്നത് എന്നൊക്കെ വിളിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അറിയാതെ അങ്ങോട്ട് ശ്വസിക്കുന്നു. അതുപോലെ കാഷ്വലി ചെയ്യുന്നൊരു സംഭവമാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ബുദ്ധി ഇലക്ട്രോ എൻസിലോഗ്രാഫ് എടുത്താൽ സ്ട്രെയിറ്റ് ലൈനിൽ വരും. നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? യു ആർ ഹൈലി സ്പിരിച്വൽ. അത് ഡ്രൈവിംഗ് ആയാലും കുക്കിംഗ് ആയാലും സെക്സ് ആയാലും നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്നതായാലും പഠിക്കുന്നതായാലും ഒരിക്കലും സ്ട്രെയിൻ ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതാണ് സ്പിരിച്വൽ. ഈ 3 മാസം പഠിച്ച യോഗ ചര്യന്മാരായി മാറും, യോഗ ആചാര്യന്മാരാന്നൊക്കെ പറയുന്നത് ഒക്കെ മണ്ടത്തരാണ്. പോസ്റ്റലിൽ നീന്തൽ പിടിക്കുന്നവരുണ്ട്. അത് അങ്ങനെ ഒരു ഇപ്പം ഏതൊരു സിനിമ ഉണ്ടല്ലോ ഇല്ലേ, നീന്തം പഠിക്കാൻ വേണ്ടി ഒരു കുട്ടീനെ പഠിപ്പിക്കുന്ന സമയത്ത് പോളോ കൊയിലേനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നൊരു സിനിമയുണ്ട്. ഏതോ ഒരു പ്രൊഫസർ എപ്പോഴും പോളോ കൊയിലേൻ്റെ ഈ കഥ പറഞ്ഞ സമയത്ത് നിങ്ങൾ വിവേകാനന്ദനെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വിവേകാനന്ദൻ ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അതാരും കോട്ട് ചെയ്യില്ല. വിവേകാനന്ദ സ്വാമികളായത് ശരിക്കും വേണമെന്ന് വിചാരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആചാര്യൻ്റെ കൂടെ പോയിട്ട് യോഗ പഠിച്ചിട്ടൊക്കെയാണോ? അല്ല, അത് തേടിപ്പോയി എത്തുന്നതാണ്. രാമകൃഷ്ണൻ എങ്ങനെയാണ് രാമകൃഷ്ണനായത്? അയാൾ സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിട്ടോ അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് കൊണ്ടൊന്നുമല്ല. ഈ കുണ്ടലിനി അവേക്കനിങ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഡോക്ടറായിരുന്ന ദിനേഷ് കെ മേത്ത, അങ്ങനെ എന്തോ ആരോ തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട് ദ ലോ ഓഫ് ഹെൽത്ത് എന്നങ്ങാണ്ട് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് 13ാമത്തെ ചാപ്റ്ററിലെങ്ങാണ്ടാണ് ഇത് എവിടെയോ പറയുന്നത്. അങ്ങനെ ആരോ ഒരാളത് പിടിക്കും, അതിനെ മാർക്കറ്റ് ചെയ്യും, പിന്നെ അയാൾ ശ്വസിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇടത്തെ മൂക്കിൽ ശ്വസിച്ചാൽ നിങ്ങൾക്ക് വലത്തെ മൂക്കിൽ ശ്വസിച്ചാൽ, ഇടത്തെ മൂക്കും വലത്തെ മൂക്കും ബ്രഹ്മാവ് ഒരേപോലെ തന്നിട്ടുള്ളത് ഒരേപോലെ ശ്വസിക്കാനാണ്. എന്നിട്ട് പിടിച്ച് നിർത്തോളാം. എൻ്റെ ഗുരു ബ്രഹ്മശ്രീ KPC നിങ്ങളുടെ അല്ലാത്തതൊന്നും നിങ്ങൾ കയ്യിൽ വെക്കാൻ പാടില്ല, അത് വായു അടക്കം എന്നാ പറയുക. നമ്മൾ ഉള്ളിൽ വെക്കുമ്പോഴത്തേക്കും അത് ഉടനെ കാർബൺ ഡൈ ഓക്സൈഡ് ആവും നിങ്ങൾ പൊല്യൂട്ടഡ് ആണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ശ്വാസം ഉള്ളിൽ പിടിച്ച് നിന്നിട്ട് 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ടിങ്കിളിൻ ലൈറ്റും കഞ്ചാവൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ച് നിന്ന് ഹാലൂസിനേഷൻ വരും. അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് അതാണല്ലോ പറഞ്ഞത്. അതൊക്കെ പൊളി സ്പിരിച്വാലിറ്റിയാണ്. നല്ല കഞ്ചാവ് അടിച്ചാലും സ്പിരിച്വാലിറ്റിയാണ്. നമുക്കൊരു പാക്കേജിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതുണ്ടാവുന്ന ജാർഗൻസ് ആണ് ഇതെല്ലാം എന്നാണ്. ഇതിൽ അതാണ് പറഞ്ഞത്. ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും വളരെ കാഷ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന. ഒരു അമ്മ ദോശ ഉണ്ടാക്കണം വീട്ടിൽ, അയാൾ ജോമെട്രി ബോക്സ് വെച്ചിട്ട് റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ ആക്കാണ്ട് തന്നെ റൗണ്ട് ആവണില്ലേ? ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നു, വേറെന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടും ഡ്രൈവ് ചെയ്യുന്നില്ലേ? ആ സമയത്ത് ക്ലച്ച് ചവിട്ടാനും ബ്രേക്ക് ചവിട്ടാനും ബുദ്ധി ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത്? പക്ഷേ സയൻസിന്റെ യാതൊരു ലോജിക്ക് വെച്ച് നമുക്ക് അളക്കാവുന്ന ഒരു സാധനമല്ല സ്പിരിച്വാലിറ്റി. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ വിറ്റ്നസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു ശാസ്ത്രം കൂടിയല്ലേ ഈ സ്പിരിച്വാലിറ്റി. മെഷറബിൾ എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രമേ ശാസ്ത്രമുള്ളൂ എന്നുള്ള അർത്ഥമൊന്നുമില്ല. മെഷറബിൾ അല്ലാത്തതും ശാസ്ത്രമാണ്. ഏതാണ് ലോകത്തിന് ഉപകാരം അതൊക്കെ ശാസ്ത്രമാണ്. നാട്യം ശാസ്ത്രമല്ലേ, അഭിനയം ശാസ്ത്രമല്ലേ, അല്ലേ? അതെങ്ങനെ ശാസ്ത്രമാവുന്നത്?
അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് എനിക്ക് ഇത്ര സുഖമുണ്ട്, അത് 1.2 സുഖം, മറ്റേയൊക്കെ 8.3 സുഖം എന്ന് പറയാൻ പറ്റുമോ? മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. അമ്മയുടെ സ്നേഹം മെഷർ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് ഒന്ന് ടാഞ്ചിബിളും ഒന്ന് ഇൻടാഞ്ചിബിളുമാണ്. ടാഞ്ചിബിൾ ആയിട്ടുള്ളത് നമുക്ക് മെഷറബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളത് മെഷർ ചെയ്യാൻ പറ്റില്ല. അത് സുഖമാണ്, സ്നേഹമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും ഭക്തി എന്ന് പറയുന്നത്, എനിക്ക് ഇത്ര ഭക്തി ഉണ്ടെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് എനിക്കൊരാളോടുള്ള സ്നേഹം എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മനുഷ്യന്മാർ അന്യോന്യം സ്നേഹിക്കുന്ന സമയത്ത് അതിനെ കാമമായിട്ടും, ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്ന സമയത്ത് അതിനെ ഭക്തിയായിട്ടും കാണും. പക്ഷേ ഒരു നാട്ടിലിപ്പോൾ എല്ലാവരും സയൻറ്റിഫിക്കലി അവൈക്കൺ ആയിട്ടുണ്ടെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ ആളുകൾ മുന്നോട്ട് പോകും. പക്ഷേ എല്ലാവരും സ്പിരിച്വലി അവൈക്കൺഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു സ്റ്റാഗ്നൻ്റ് ആയി പോകില്ലേ? ആൾക്കാർക്ക് ആശ നഷ്ടപ്പെടുകയാണ്, ആഗ്രഹം നഷ്ടപ്പെടുകയാണ്. എല്ലാവരും സ്പിരിച്വലി അവൈക്കൺഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ യാത്ര ചെയ്യുന്ന ഒരു ട്രാവൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ട്രാവൽ എന്ന് പറയുന്ന ഒരു വാക്കെന്ന ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പോർട്ട് ചെയ്തിട്ട് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടിടുന്നതിനാണ് ട്രാവൽ എന്ന് പറയുക. ട്രാവൽ ഏജൻസി എന്നൊക്കെ നമുക്ക് കാണാം. അതിനെ ഞാൻ ജേണി ആക്കുന്നത് എപ്പോഴാണ്? ഇഷ്ടത്തോട് ആ പോകുന്ന ആ ഇഷ്ടമാണ് സ്പിരിച്വാലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവ് ചെയ്യാം, കുക്ക് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം, ക്ലാസ് എടുക്കാം, എന്ത് പണിയും ചെയ്യാം. അതിനെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭക്തി കർമ്മം ഏറ്റവും പ്രാധാന്യം കർമ്മത്തിന് തന്നെയാണ്. പക്ഷെ അത് എന്തോടുകൂടി ചെയ്യണം? പാഷനോടുകൂടി ചെയ്യണം. ആ പാഷൻ ഇല്ലാത്ത സമയത്ത് ഇത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അപ്പോൾ മെറ്റീരിയലിസ്റ്റിക്കായി. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്ക് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. TPS പറയുന്നത് നമ്മളെല്ലാം ചെയ്യണം, എല്ലാം ഇഷ്ടത്തോടുകൂടി ചെയ്യണം. ബാക്കി ചുറ്റിന് എന്തെങ്കിലും നടന്നാലും നമ്മളത് ബാധിക്കാത്ത വിധത്തിൽ നമ്മൾ എൻജോയ് ചെയ്ത്. ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർ കഷ്ടപ്പെടില്ലേ? ഇപ്പം ഞാൻ സാധാരണ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പറയും, ഡിഡ് യു എൻജോയ്? ഇഫ് യു ഡോണ്ട് എൻജോയ് ഓൾസോ നോ പ്രോബ്ലം, ഐ ഹാവ് എൻജോയ്ഡ്. ലെറ്റ് യു സഫർ, ഐ ഡോണ്ട് കെയർ. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്തായാലും എൻജോയ് ചെയ്യില്ല. ഇപ്പം നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും എൻജോയ് ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറേ പേർക്ക് നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു തോത് നോക്കിയാൽ നിങ്ങൾക്ക് ഹീസ് എ സ്പിരിച്വൽ മാൻ എന്ന് പറയാം. നമ്മൾ ശങ്കരാചാര്യ ഇഷ്ടപ്പെടുന്ന അയാൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, അയാളുടെ കവിതയിൽ ഉപയോഗിച്ചൊരു പ്രാസം പറഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. നമ്മളോട് വല്ല സ്നേഹമുണ്ടോ അദ്ദേഹത്തിന്? പിന്നെന്തിനാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്? കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണ്? അതുമല്ല, അത് ഹൈലി സ്പിരിച്വലാണ്. അത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. സമൂഹത്തിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പാർട്ടി മാറി അടുത്ത പാർട്ടി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കരിഷ്മയും പോവും. ഫിസിക്കലായിട്ടുള്ളത് ചെറുപ്രായത്തിലും വയസ്സാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോവും. അപ്പോൾ ഇതിനൊക്കെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മൾ പഠിച്ച LKG മാഷ് എന്തോ നല്ല ടീച്ചറാണ് നമ്മുടെ ടീച്ചർ. നമ്മൾ PG എടുത്തു കഴിഞ്ഞാൽ LKG ടീച്ചർക്ക് വിവരമില്ലാന്ന് അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ ഓരോ കാലഘട്ടമുണ്ട്. കാലാതീതമായി നിൽക്കുന്ന ഒരു ഡയമെൻഷനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അവിടത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസാണ് നമ്മുടെ ഏറ്റവും നല്ല സ്പേസ്. അവിടെയാണ് നമ്മൾ ഈ ഡയമെൻഷൻ എന്നൊക്കെ മാറുക. ആ ഡയമെൻഷനിലാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും കാണേണ്ടതും എൻജോയ് ചെയ്യേണ്ടതും സ്ഥിരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഒക്കെ അപ്പോഴാണ്.